കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വന്ന് അങ്ങനെ കഥ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ഒരു അഭിപ്രായം. അപ്പം ഞാൻ പറഞ്ഞ പരിപാടി രസമായിട്ടാണ് തോന്നുന്നത്. അപ്പം എനിക്കൊരു ക്യാരക്ടർ പറഞ്ഞു അതിൽ. ഞാൻ പറഞ്ഞു ആ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നായിരുന്നു ആ കഥാപാത്രം. ആ കഥാപാത്രത്തിനായിരുന്നു എന്നെ അഭിനയിക്കാൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ കഥാപാത്രം ചെയ്താൽ മോശമായി പോകാനാണ് സാധ്യത. അത് ഈ സിനിമയുടെ ഒരു പരിപാടിക്ക് വർക്കാവുമെന്ന് തോന്നുന്നില്ല. പകരം മറ്റൊരാളെ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ ആകെ ഈ സിനിമയ്ക്ക് കൊടുത്ത എൻ്റെ ഒരു നിർദ്ദേശം. അതങ്ങനെ തന്നെ അവർ ചെയ്തു. അവർ വേറൊരാളെ വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചു. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പകരം എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു ക്യാരക്ടർ തരുവാണ് ചെയ്തത്. അപ്പം എന്നെ പിറക്കാതിരിക്കാൻ വേണ്ടി തൽക്കാലം നിന്നു. അപ്പോൾ ജിസിനോട് പറഞ്ഞ കുഴപ്പമില്ല, ഇതിനൊക്കെ അടുത്ത സിനിമയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലെ ഈ പോലീസ് ക്യാരക്ടറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള കഥാപാത്രം ചെയ്യേണ്ട ആളാണ്. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ഒരു തീരുമാനം അതിന് ശേഷം പറഞ്ഞത് നന്നായി എന്നാണ് തോന്നുന്നത്. സിനിമ കാണുന്നവർക്ക് ഇത് രസമായിട്ട് മനസ്സിലാവും. അപ്പം അങ്ങനെ മൊത്തം കഥ പറയുന്ന ആളെന്ന നിലയിൽ എന്നോട് പിന്നെ വന്നപ്പോഴും ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കണം എല്ലാവരുടെയും മുമ്പിൽ എന്ന് എന്നെ ഏൽപ്പിച്ചതാണ്. അത് അവതരിപ്പിക്കാനും കൂടി ഇട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്കിലും ആ കാര്യം പറയുമ്പോൾ ഞാനല്ല ഇതിന് പ്രധാനമായിട്ടും വേദിയിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാവണമെന്ന് തോന്നി. ബിചേട്ടൻ, ആസിഫ്, ജിസ്റ്റോയ്, പ്രൊഡ്യൂസേഴ്സൊക്കെ വേദിയിലേക്ക് വന്നാൽ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ക്യാരക്ടർ മാറിപ്പോയതുകൊണ്ട് കുറച്ച് അപ്രിസിയേഷൻ കുറഞ്ഞു പോയെന്നൊരു അഭിപ്രായമുണ്ട് ഈ പടത്തിൽ. മറ്റേ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കിതിലും അഭിപ്രായം കിട്ടിയാനെ. പക്ഷേ എന്നാൽ ഈ ക്യാരക്ടർ ചെയ്ത് സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വന്നു. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അപ്പോൾ ചില സംശയങ്ങൾ പലരിലും ബാക്കിയുണ്ടായിരുന്നു. എന്താണെന്ന് പേഴ്സണലി ആളുകളൊക്കെ എന്നെ ഫോൺ വിളിച്ചപ്പം ആ പടം കണ്ട് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എന്താണ് ശരിക്കും സംഭവം, തീർന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ് പ്ലീസ് നമുക്ക് സ്ക്രീനിൽ കാണാം അല്ലേ. അനൗൺസ്മെന്റ് ആയിരുന്നു. ബിചേട്ടനും ആസിഫ് ഇല്ലേലും കഥ പറയാൻ 2-ൽ എന്നെ ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം വേറെ എന്തെങ്കിലും അതായത് വേറൊന്നുമല്ല, ദിലീഷ് നിർത്തിയെടുത്തെന്ന് ദിലീഷ് തന്നെ തുടങ്ങിത്തരണം എന്നുള്ളത് കുറേ നാളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ തലവന് നിങ്ങൾക്കറിയാം ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന സിനിമയാണ്. അപ്പോൾ സീസണും ഒക്കെ തെറ്റിച്ച് വന്നൊരു സിനിമയാണ്. ആ സിനിമയ്ക്ക് നിങ്ങൾ അകമഴിഞ്ഞ് തന്ന പ്രോത്സാഹനവും പിന്തുണയും ഈ സിനിമയ്ക്ക് അതിൻ്റെ ഡബിളായിട്ടുണ്ടാകണം. ബിക്കോസ് ഇത് ഡബിളാണ്, തലവൻ 2 ആണ് ഇല്ലേ? എല്ലാം ഡബിൾ ആവട്ടെ. സാലറിയും പെട്ടെന്ന് അങ്ങനെ അല്ലേ, പെട്ടെന്ന് മനസ്സങ്ങനെ പോകും. അങ്ങനെ സംഭവിക്കട്ടെ. അവനും അത് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആസിഫിനെല്ലാം പറയാനുണ്ടോ? നന്ദി, സന്തോഷം, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒരു വിജയം. ഒരു സിനിമയുടെ 65-ാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പം സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല. 50-ഉം 30-ഉം ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട്. 65 വരെ ഓടിയെത്തി. അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട്. സത്യസന്ധമായ 65 ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം അത് ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർക്കഥയാവട്ടെ എന്നും ഒക്കെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തലവൻ 2 ഉടനെ സംഭവിക്കട്ടെ. അല്ല ബിചേട്ടാ, ചാക്കോച്ചനിങ്ങനെ എൻ്റെയും ബീച്ചറിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നുണ്ട്. പണ്ട് ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്ന എൻ്റെ മികച്ച താരജോഡിയാണിത്. അപ്പോൾ ഉടനെ ഞാൻ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ജിസു പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഈ ഇരിക്കുന്നത്. ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കേണ്ടെന്ന് അറിയാം. അപ്പോൾ താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന്. കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൊതിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്. എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇത് വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്ന് എല്ലാവരോടും, ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. ജിസിനോടായിട്ട് ഒരു വാക്ക് മാത്രം പേഴ്സണലി പറയണം. ഈ സിനിമ വരുമ്പോൾ വളരെ ഒരു ലൈറ്ററായിരിക്കും എന്നാണ് ഞാൻ എൻ്റെ ഒരു ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ചിരിച്ച മുഖത്തോടെ നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ്. എൻ്റെ പേഴ്സണലി ഒരു കാര്യം പറയാണ്. ഇപ്പോൾ തലവൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇനി തലവൻ 2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അതിൻ്റെ ഒരു സീക്വൽ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരുപടി മുകളിലാവാൻ ജിസിന് നല്ല ചിന്തകളും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയണം. താങ്ക് യു.